എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ചാക്കോച്ചൻ ജീവിതത്തിൽ ആലോചിക്കാത്ത ഒരാളിപ്പം ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. ട്രംപാണോ? ഒന്ന് ട്രംപ് ആണെങ്കിൽ നമ്മൾ പേടിക്കണ്ടായിരുന്നു. ഹലോ ഒന്ന് വിളിച്ചു നോക്കി, ഹലോ ഒന്ന് ചോദിച്ചു നോക്കെ. ഹലോ സാർ. ആ ഹലോ ഇവരെ ഞാൻ എവിടെയോ. ലാൽജി നമസ്കാരം. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. നീ എന്നെ പറ്റിച്ചുട്ടോ ചാക്കോച്ചൻ. ഹാപ്പി വിഷു. ഞാൻ ഒരു ഹാപ്പി വിഷു നേരത്തെ വേറൊരു ശാലയിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടിക്കളഞ്ഞു. ലാലേട്ടൻ ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്. നമസ്കാരം ലാലേട്ട, നമുക്കിപ്പോൾ ഇവിടെ വിഷു പുലരിയാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രാത്രിയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നാളെയാണോ അവിടെ പുലരി? അതെ അതെ. അല്ല, ഇവിടെ കഴിഞ്ഞു ആക്ച്വലി. ഞങ്ങളെ വിഷു ഒക്കെ കഴിഞ്ഞു. സദ്യ ഒക്കെ കഴിഞ്ഞു. ശ്രീ മോഹൻലാൽ, ആദ്യം തന്നെ എന്റെയും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അവിടെ ചാക്കോച്ചൻ ഉണ്ടെങ്കിൽ ചാക്കോച്ചന് ഒരു വിഷു ആശംസ. ചാക്കോച്ചൻ റെക്കോർഡറാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ഒറ്റ കാര്യം കൂടി, ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഹലോ ടെസ്റ്റിംഗ്, ഇതൊക്കെയാണല്ലോ. ഇനി അത് വരട്ടെ, അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കാണട്ടെ. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു. അല്ലെ, അങ്ങനെയാണല്ലോ. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അങ്ങനെ നമ്മൾ അതിലൊരു പ്രത്യേക പ്രതീക്ഷ. നല്ല സിനിമകളായിരിക്കും, എന്തായാലും മോശം സിനിമകളാവട്ടെ. എന്തോ കുഴപ്പമൊന്നല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.